Module 5 Winding Up. Meeting of Creditors, Section 306. Along with calling of meeting of company at which the resolution for voluntary winding up is to be proposed, it shall convene a meeting of its creditors. അപ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് നടത്തുന്ന സമയത്ത് ആ കമ്പനിയുടെ മെമ്പേഴ്സുമായിട്ട് നടത്തുന്ന മീറ്റിംഗ് അല്ലെങ്കിൽ കമ്പനിയുടെ മീറ്റിങ്ങിൻ്റെ കൂടെ തന്നെ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിന് ഇൻക്ലൂഡ് ചെയ്തിട്ട് കൂടെ ഒരു മീറ്റിംഗ് നടത്തേണ്ടതാണ്. The meeting shall be convened on the same day or on the next day of a company meeting. അപ്പോൾ കമ്പനിയുടെ നടത്തുന്ന മീറ്റിങ്ങിൻ്റെ ആ ഡേ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഈ പറയുന്ന ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് വെക്കണം. It shall cause a notice of such meeting to be sent by registered post to the creditors with a notice of meeting of a company. അപ്പോൾ കമ്പനിയുടെ ഈ മീറ്റിംഗ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കമ്പനിയുടെ എല്ലാ ക്രെഡിറ്റേഴ്സിനും ഒരു നോട്ടീസ് സെൻഡ് ചെയ്യേണ്ടതാണ്. Then in the meeting of creditors, the board of directors of a company shall present a full statement of position of affairs of a company. അപ്പോൾ ഇങ്ങനെ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്? ഫുൾ സ്റ്റേറ്റ്മെൻറ്റ്, കമ്പനിയുടെ ഇപ്പോഴത്തെ പൊസിഷനെ കുറിച്ചുള്ള ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ദെൻ ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓഫ് എ കമ്പനി, കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റ് കൊടുക്കണം. ദെൻ കോപ്പി ഓഫ് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി, നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു സോൾവൻസി ഡിക്ലറേഷൻ, അതായത് കമ്പനിയുടെ പൊസിഷൻ നല്ല രീതിയിലായിരുന്നു എൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനി സോൾവൻ്റ് ആയിരുന്നു എന്നുള്ള ഡിക്ലറേഷൻ. ദെൻ ദ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഓഫ് ദ ക്ലൈംസ് ബിഫോർ സച്ച് മീറ്റിംഗ്, കമ്പനിയുടെ ക്ലൈംസിൻ്റെ എമൗണ്ട്, എസ്റ്റിമേറ്റഡ് എമൗണ്ട് കൊടുക്കണം. ദെൻ അപ്പോയിൻറ്റ് വൺ ഓഫ് ദ ക്രെഡിറ്റർ ടു പ്രിസൈഡ് അറ്റ് ദ മീറ്റിംഗ്, മീറ്റിങ്ങിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ അല്ലെങ്കിൽ ആ ക്രെഡിറ്ററിൽ തന്നെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ വേർ 2/3 in value of creditors of a company are of opinion that it is in the interest of all the parties that the company be wound up voluntarily, the company shall be wound up voluntarily. അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ച് ഈ മീറ്റിംഗ് നടത്തിയതിന് ശേഷം ആ കമ്പനിയിലെ ടോട്ടൽ ക്രെഡിറ്റേഴ്സിൽ 2/3 ക്രെഡിറ്റേഴ്സ്, 3/4 ക്രെഡിറ്റേഴ്സിൻ്റെയും ഒപ്പീനിയൻ ആ കമ്പനി വോളണ്ടറിലി വൈൻഡപ്പ് ചെയ്യണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യാവുന്നതാണ്. However, if 2/3 of creditors are of opinion that the company may not be able to pay for its debts in full from the proceeds of asset sold in voluntary wind-up, it may pass a resolution that shall be in the interest of all parties of a company would be wound up by the tribunal. അപ്പോൾ ഇൻ കേസ് ആ കമ്പനിക്ക് ആ ക്രെഡിറ്റേഴ്സിനുള്ള ഡെപ്റ്റുകൾ ആ കമ്പനിയുടെ അസറ്റ്സ് സെയിൽ ചെയ്തിട്ട് അവരുടെ ഡെപ്റ്റുകളൊന്നും പേ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഒപ്പീനിയനാണ് ഈ പറയുന്ന ഫുൾ ക്രെഡിറ്റേഴ്സിൻ്റെ 3/4 ക്രെഡിറ്റേഴ്സിൻ്റെയും ഒപ്പീനിയൻ അത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ കമ്പനി വോളണ്ടറി വൈൻഡിങ് അപ്പ് അലൗ ചെയ്യില്ല. പകരം വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ അല്ലെങ്കിൽ കമ്പൽസറി വൈൻഡിങ് അപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഒപ്പീനിയനിലേക്ക് എത്തിച്ചേരും. If the creditors adopt such a resolution, the company shall within 14 days thereafter file an application before the tribunal to adopt a compulsory winding up. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അങ്ങനെയുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിന് ശേഷം വിത്തിൻ 14 days ഓക്കെ റെസൊല്യൂഷൻ ഒരു അഡോപ്റ്റ് ചെയ്തിട്ട് വിത്തിൻ 14 days നമ്മൾ ഈ ട്രിബ്യൂണലിൻ്റെ അടുത്ത് കമ്പൽസറി വൈൻഡിങ് അപ്പിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. The notice of any resolution passed at the above mentioned meeting of creditors shall be given by the company to the registrar within 10 days of passing. അപ്പോൾ ഇങ്ങനൊരു റെസൊല്യൂഷൻ, അതായത് വോളണ്ടറി വൈൻഡിങ് അപ്പ് വേണം എന്നുള്ള കാര്യം കമ്പനി മീറ്റിങ്ങിൽ പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 10 days 10 ദിവസത്തിനുള്ളിൽ കമ്പനിയുടെ രജിസ്ട്രാർക്ക് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. ഓക്കെ, അതാണ് ഈ പറയുന്ന മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സിൽ വരുന്നത്. അപ്പോൾ കമ്പനിയുടെ മീറ്റിംഗ് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് വെക്കേണ്ടതാണ്. ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ആ കമ്പനീനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സും ഡിക്ലറേഷൻ ഓഫ് സോൾവൻസിയും എല്ലാം കൊടുത്തിരിക്കണം. ദെൻ വോളണ്ടറി വൈൻഡിങ് അപ്പ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ, ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൽ കൂടെ വോളണ്ടറി വൈൻഡിങ് അപ്പ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം കമ്പൽസറി വൈൻഡിങ് അപ്പിനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കുന്നതായിരിക്കും. ദെൻ അടുത്തത് വരുന്നത് കമൻസ്മെൻറ്റ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ദെൻ നമ്മൾ കമ്പൽസറി വൈൻഡിങ് അപ്പിൻ്റെ കമൻസ്മെൻറ്റ് പറഞ്ഞു. ഇനി പറയുന്നത് വോളണ്ടറി വൈൻഡിങ് അപ്പ് കമൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സെഷൻ 308 ആണ് ഇതിൽ വരുന്നത്. എ വോളണ്ടറി വൈൻഡ് അപ്പ് ഷാൽ ബി ഡീംഡ് ടു കമൻസ് ഓൺ ദ ഡേറ്റ് ഓഫ് പാസിംഗ് എ റെസൊല്യൂഷൻ ഓഫ് ഫോർ വോളണ്ടറി വൈൻഡിങ് അപ്പ്. അപ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പിനുള്ള റെസൊല്യൂഷൻ കമ്പനി പാസ്സാക്കി കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങി വോളണ്ടറി വൈൻഡിങ് അപ്പ് കമൻസ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നെക്സ്റ്റ് വരുന്നതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനി ലിക്വിഡേറ്റർ.
If a company in its general meeting passes a resolution of voluntary winding up, it shall appoint a company liquidator from a panel prepared by central government. Then the company shall also recommend fee to be paid to the liquidator. Then കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്. വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യണം എന്നുള്ളൊരു റെസൊല്യൂഷൻ കമ്പനി മീറ്റിങ്ങിൽ പാസ്സാക്കി കഴിഞ്ഞാൽ, കമ്പനി ജനറൽ മീറ്റിങ്ങിൽ പാസ്സാക്കി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പേഴ്സണെ ലിക്വിഡേറ്ററായിട്ട് കമ്പനി വയ്ക്കുന്നതായിരിക്കും. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉള്ള പാനലിലെ ഒരു ലിക്വിഡേറ്ററിനെ കമ്പനി ലിക്വിഡേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ കമ്പനി തന്നെ ലിക്വിഡേറ്ററിനുള്ള ഫീയും അതുപോലെ തന്നെ അതിൻ്റെ റെമ്യൂണറേഷൻ, അതായത് ഫീ എത്രയാണ് പേ ചെയ്യേണ്ടത് എന്നുള്ളത് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. Then where the creditor have passed a resolution in their meeting proposing compulsory winding up, the appointment of company liquidator shall be effected only after the approval by a majority of creditors in value of a company. അപ്പോൾ ഇൻ കേസ് വോളണ്ടറി വൈൻഡിങ് അപ്പ് അല്ല, കമ്പൽസറി വൈൻഡിങ് അപ്പ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള റെസൊല്യൂഷനാണ് പാസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഓൺലി ആഫ്റ്റർ ക്രെഡിറ്റേഴ്സ്, നമ്മൾ പറഞ്ഞു ക്രെഡിറ്റേഴ്സിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സിൽ 2/3 ക്രെഡിറ്റേഴ്സ് എങ്കിലും ഈ ഒരു കാര്യം അപ്രൂവ് ചെയ്താൽ മാത്രമേ അത് എഫക്റ്റിൽ വരുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർ ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾക്ക് കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. If such creditors do not approve the appointment of such a company liquidator, creditors shall appoint another company liquidator. In case ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കമ്പനി ലിക്വിഡേറ്റേഴ്സിനെ അല്ലെങ്കിൽ കമ്പനി പ്രപ്പോസ് ചെയ്യുന്ന ലിക്വിഡേറ്ററിനെ വെക്കാനായിട്ട് ക്രെഡിറ്റേഴ്സിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ക്രെഡിറ്റേഴ്സിന് തന്നെ മറ്റൊരു കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് കമ്പനി ലിക്വിഡേറ്റർ ഇൻ വോളണ്ടറി വൈൻഡിങ് അപ്പ്. വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനി ലിക്വിഡേറ്ററിന് വരുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് സെക്ഷൻ 314. The following are the important powers and duties placed on a company liquidator when the company adopt voluntary winding up. Voluntary winding up ചെയ്യുന്ന സമയത്ത് വരുന്ന duties and responsibilities of company liquidator. First one, the company liquidator shall perform such functions and discharges such duties as may be determined from a time to time by the company or creditors as the case may be. ഇവിടെ പറയുന്നത് കമ്പനി ലിക്വിഡേറ്റർ പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. ഇൻ കേസ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ് കേട്ടോ, കമ്പൽസറി വൈൻഡിങ് അപ്പ് അല്ല, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ലിക്വിഡേറ്ററിൻ്റെ ഫങ്ഷൻസും അവർ ഡിസ്ചാർജ് ചെയ്യേണ്ട ഡ്യൂട്ടീസും ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും? കമ്പനിയുടെ ക്രെഡിറ്റേഴ്സും കമ്പനിയും ആയിരിക്കും. ദെൻ ഹി ഷാൾ സെറ്റിൽ ദ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് സച്ച് ഷാൽ ബി prima facie evidence of a liability of persons named in it to be contributors. അപ്പോൾ ഫസ്റ്റ് ആ ലിസ്റ്റിൽ, നമ്മുടെ കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ഫസ്റ്റ് എവിഡൻസ് അനുസരിച്ച് നമ്മൾക്ക് ആർക്കൊക്കെയാണോ ലയബിലിറ്റി ഉള്ളതായിട്ട് കാണുന്നത് ആ ഒരു പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും കോൺട്രിബ്യൂട്ടറീസിനെ സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് he shall call general meeting of company for the purpose of obtaining the sanction of a company by ordinary or special resolution. അപ്പോൾ ഒഫീഷ്യൽ ലിക്വിഡേറ്ററിന് ജനറൽ മീറ്റിംഗ് വെക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു വൈൻഡിങ് അപ്പിനുള്ള റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സാങ്ഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഓർഡിനറി റെസൊല്യൂഷനോ സ്പെഷ്യൽ റെസൊല്യൂഷനോ പാസ്സാക്കാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ദെൻ ഹി ഷാൽ മെയിൻറ്റെയിൻ റെഗുലർ ആൻഡ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ സച്ച് ഫോം ആൻഡ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതിൽ പറയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ലോ പറയുന്ന രീതിയിലുള്ള പേപ്പേഴ്സും ബുക്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ അയാൾക്കുണ്ട്. ദ മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് എനി ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഇൻസ്പെക്ട് സച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ക്രെഡിറ്റേഴ്സിനോ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓതറൈസ് ചെയ്യുന്ന പേഴ്സൺസിനോ അത് ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈ പറയുന്ന ഒഫീഷ്യൽ ലിക്വിഡേറ്റർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കമ്പനി ലിക്വിഡേറ്റർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബുക്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. He shall prepare quarterly statements of accounts in such form and manner as may be prescribed. He should file such statements of accounts duly audited within 30 days from the closure of each quarter with the registrar. അപ്പോൾ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ഈ പറയുന്ന കമ്പനി ലിക്വിഡേറ്ററിനാണ്. അതുപോലെ തന്നെ ഇവർ പ്രിപ്പയർ ചെയ്ത ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്തിരിക്കണം. വിത്തിൻ 30 ഡേയ്സ് കമ്പനി രജിസ്ട്രാറുടെ അടുത്ത് നിന്ന് അത് ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ് വാങ്ങിയിരിക്കണം. Then he shall pay a debt of a company and shall adjust the right of contributors among themselves. അപ്പോൾ കമ്പനിയുടെ ഡെപ്റ്റുകളൊക്കെ പേ ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടറീസിൻ്റെ റൈറ്റുകളെ ഫുൾഫിൽ ചെയ്യാനുമുള്ള ഒരു
റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടിയും കമ്പനി ലിക്വിഡേറ്ററിനുണ്ട്. ആൻഡ് ഹി ഷാൽ ഒബ്സർവ് ഡ്യൂ കെയർ ആൻഡ് ഡെലിജൻസ് ഇൻ ഡിസ്ചാർജിങ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ്. അപ്പോൾ കമ്പനി ലിക്വിഡേറ്റർ അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്ന സമയത്ത് നല്ല കെയർ ആയിട്ട് അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ, അതുപോലെ തന്നെ മിസ്റെപ്രസെൻറ്റേഷനോ അല്ലെങ്കിൽ ഫോൾട്ട് റെപ്രസെൻറ്റേഷനോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ പറയുന്ന അവരുടെ ഡ്യൂട്ടീസും പവേഴ്സൊക്കെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു കെയർ ആൻഡ് റെസ്പോൺസിബിലിറ്റി കമ്പനി ലിക്വിഡേറ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.